ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പുതിയ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. റേഡിയോ ബൈബിൾ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചിരുന്ന മിസ്റ്റർ ഗ്ലെൻ ക്യാമ്പൽ ഒരു സംഭവകഥ വിവരിച്ചത് ഇപ്രകാരമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഷിക്കാഗോയിലുള്ള ഒരു മനുഷ്യൻ മദ്യപിച്ച് സുബോധം നശിച്ച് മിഷിഗൺ തടാകത്തിൽ ചാടി മരിക്കാനായി പുറപ്പെട്ടു. തട്ടിയും മുട്ടിയും അയാൾ പസഫിക് ഗാർഡൻ മിഷൻ കേന്ദ്രം കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ ആരോ തുറന്നു കിടന്ന വാതിലിൽ കൂടെ അയാളെ അകത്തേക്ക് തള്ളിവിട്ടു. അയാൾ വേച്ച് മുൻപോട്ട് ചെന്ന് പ്രസംഗിച്ചുകൊണ്ട് നിന്ന ആളിൻ്റെ മുമ്പിൽ വീണ് പ്രജ്ഞയില്ലാതെ കിടന്നു. അന്ന് രാത്രി മിഷൻ സൂപ്രണ്ട് അയാളെ അവിടെ താമസിപ്പിച്ച് ശുശ്രൂഷിച്ചു. പിറ്റേ ദിവസം അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ ദൂത് അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഹാരി മോൺറോ എന്ന ആ മനുഷ്യൻ ആ ദിവസം തന്നെ ദൈവകൃപയാൽ രൂപാന്തരം പ്രാപിച്ചു. പിൽക്കാലത്ത് താൻ മദ്യപിച്ച് സുബോധമില്ലാതെ കിടന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ അദ്ദേഹം പ്രസംഗിക്കാൻ ഇടയായി. മാത്രമല്ല, അദ്ദേഹം മിഷൻ്റെ സൂപ്രണ്ടും ആയിത്തീർന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഒരു ദിവസം മുഴുവൻ ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരുന്നു. ഷിക്കാഗോയിൽ ഏറ്റവും പ്രയോജനകരമായ ജീവൻ നയിച്ച ഒരു വ്യക്തി എന്ന് ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തി. ഇത്രയും പറഞ്ഞതിന് ശേഷം മിസ്റ്റർ ക്യാമ്പൽ അർത്ഥവത്തായ ഒരു ചോദ്യം ഉന്നയിച്ചു. ഈ വ്യത്യാസം എങ്ങനെ സംഭവിച്ചു? ഒരു പെനിക്ക് പോലും വകയില്ലാതിരുന്ന, ആർക്കും വേണ്ടാതിരുന്ന ആ മനുഷ്യൻ അന്ന് കായലിൽ ചാടി മരിച്ചിരുന്നെങ്കിൽ ലോകത്തിന് ഒരു നഷ്ടം വന്നതായി ആരും കണക്കാക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം ആ മനുഷ്യനെ വിലയുള്ളവനായി കണ്ടു. യാതൊരു വിലയുമില്ലാതിരുന്നെന്ന് നമുക്ക് തോന്നുന്നതായ ജീവിതത്തെ ദൈവം വിലയുള്ളതായി കാണുന്നു. പാപം മൂലം ഉളവായ സ്വഭാവ തകർച്ചയ്ക്കപ്പുറത്തേക്ക് ദൈവം നോക്കുമ്പോൾ ഒന്നിനും കൊള്ളരുതാത്ത ഒരു മനുഷ്യനിൽ ഏറ്റവും പ്രയോജനമുള്ളവനായി തീരാവുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ജീവിതത്തിന് അർത്ഥവും ഉദ്ദേശവും ഉണ്ടാക്കി തീർക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവനെ, നിന്നെ ഇപ്പോൾ തന്നെ രക്ഷിപ്പാനായി യേശുവിനോട് അപേക്ഷിക്കുക. ഹാരി മോൺട്രോയ്ക്ക് വേണ്ടി അവൻ ചെയ്തത് നിനക്കും ചെയ്യുവാൻ അവന് കഴിയും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പാപത്താൽ നശിച്ചതായ ഞങ്ങളുടെ ജീവിതത്തെ പുനരുദ്ധരിക്കുവാനായി കർത്താവെ അവിടുന്ന് കാട്ടിയതായ മഹാസ്നേഹത്തെ ഒരിക്കൽ കൂടെ ധ്യാനിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. പലപ്പോഴും പാപബോധത്താൽ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ഞങ്ങൾ ത്യജിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ഞങ്ങൾ ശപിച്ചുകൊണ്ട് പോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി കർത്താവിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഇന്നത്തെ പ്രഭാതത്തിൽ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഉദ്ദേശപൂർത്തിക്കായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.